4 days നമ്മൾ 4 വഴിക്ക്. ഒരു പക്ഷേ ലൈഫിൽ നീ എന്നെ കാണാനേ പോകുന്നില്ല. ഹൈപ്പത്തറ്റിക്കലി എന്നാ പണുവേ? ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും കണ്ടുമുട്ടുവിടാ. അധികം പണമുള്ള സ്ഥലത്ത് തന്നെയാണ് അധികം കുറ്റങ്ങളുണ്ടാവുക. ജീവിതകാലം മുഴുവൻ പണത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ. എന്നാൽ ജീവിതകാലം മുഴുവനും കുറ്റങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും കണ്ടുമുട്ടും. എനിക്ക് കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് അവൻ. ഒരുത്തനെ നശിപ്പിക്കാൻ ഇവളോ ഫാഷനാടാ. ബട്ട് യു ആർ റൈറ്റ്. എന്നെ ഇപ്പോൾ സബ് ഡയറക്ടർ ഓഫീസിലേക്ക് വിളിച്ചു. இந்த ഇൻവിറ്റേഷൻ ഡയറക്ടർ கிட்ட കൊടുக்க சொன்னாங்க. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. സിദ്ധാർത്ഥാണോ ചീഫ് ഗസ്റ്റ്? ആമാടാ. Dismiss. We welcome our chief guest, Padma Shri Siddharth Abhimanyu, a great scholar and a renowned scientist. His innovative contributions to forensic science. ഇവനോടുക്കത്തല്ലാക്കാടാ. ഇതൊന്നും പോരടാ. ബാഡ്ജ് ഹോം മിനിസ്റ്റർ അല്ലേ കുത്തുന്നത്. സിദ്ധാർത്ഥ കുത്തത്തില്ലയോ എന്ന് ഓർത്ത് ഫീൽ ചെയ്യുന്നു. ഓഹോ, അതുകൊണ്ടോ? Honorable Minister, respected officers on the dais and the audience, ladies and gentlemen, and of course, the future of a police force. ഞാൻ എവിടെ ചെന്നാലും എന്നോട് ചോദിക്കുന്ന പൊതുവായൊരു ചോദ്യമുണ്ട്. എൻ്റെ വിജയ രഹസ്യം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. ജീവിതത്തിൽ ഒരേ ഒരു ഐഡിയ മാത്രം എടുക്കണം. ആ ഐഡിയ തന്നെ നിങ്ങളുടെ ജീവിതമാക്കണം. തിങ്ക് അബൌട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്. Now I request the medal winners to come forward. Mr. Ranjit IPS, who's passed in distinction in Cyber Cell Specialization. Next, Mr. Mithran IPS will receive the medal from the Honorable Home Minister Shri Prakash. Mr. Mithran receives this award as he has specialized in managing activities involving organized crime such as white-collar crimes, financial crimes and political crimes. Mr. Mithran has one more honor to receive. It's a special award for the overall best probationer of the batch which the chief guest Padma Shri Siddharth will present. I will now request Mr. Siddharth to present the award. Mr. Mithran has taught in various drill movements such as weapon training, firing, unarmed combat and special tactics. Now, Mr. Mithran receives the Home Minister's pistol from the chief guest. ബെലേറ്റർ. ബ്യൂട്ടിഫുൾ പിസ്റ്റൺ. അതും അങ്ങയുടെ കൈകൊണ്ട് തന്നെ. ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്താണുള്ളത്? വിഷ് യു ദ വെരി ബെസ്റ്റ്. ഡു വെൽ. ഷുവർ സാർ. എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ നേടിയെടുക്കും. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ഒരു മേലധികാരി ആയതിനു ശേഷമാണ് കുറ്റവാളിയെ അന്വേഷിക്കുക. എന്നാൽ ഞാൻ കുറ്റവാളിയെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ കസേരയിലിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാനുള്ള സമയമില്ല. യു ജസ്റ്റ് ഹാവ് ടു ബിലീവ് മീ. ഷുവർ സർ. ബിക്കോസ് ഐ ബിലീവ് ഇൻ യു. ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റിന്റെ ASP ആയിട്ട് മാത്രമല്ല, ഈ ടീം തന്നെ വേണമെന്ന് ഞാൻ അധികാരികളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. താങ്ക് യു സർ. ഈ 3 പേരും സൊസൈറ്റിയിൽ വലിയ പുള്ളികളാണ്. ബട്ട് ആക്ച്വലി എ ബിഗ് ത്രെറ്റ് ടു അവർ സൊസൈറ്റി. നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്ന ജോബ് ഇവന്മാരെ 24/7 ഷാഡോ ചെയ്ത് ഇവന്മാർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എത്രയും വേഗം കളക്ട് ചെയ്യുക എന്നതാണ്. ഷുവർ സർ. സാറ് പറഞ്ഞതുപോലെ 600 കോടി രൂപ 3 പേരും കൈമാറിയതുള്ളതാണ് സാർ. പണം സിസ്റ്റർക്ക് ട്രാൻസ്ഫർ ആക്കാൻ പോവുകയാണ്. 3 പേരും മൗറീഷ്യസിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഇത്രേ അറിയുള്ളൂ സാർ, വേറൊന്നും അറിയില്ല. ഡിസംബർ 10 3 പേരുടെയും അക്കൗണ്ട്സും ചേർത്ത് നിയർലി 750 crores ഞങ്ങളുടെ മൊറീഷ്യസ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ സർ. താങ്ക് യു. 5% വരുന്ന പാവം പിടിച്ച രോഗികൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവിടെ ഇടയില്ല. ബാക്കി വരുന്ന 95% രോഗികൾ വെയിറ്റിംഗ് സ്റ്റേജിൽ തന്നെ ക്യാൻസർ കൂടുക. സിവിയർ ആകുന്ന സ്റ്റേജിന് ഇന്ത്യയിൽ മരുന്നും കിട്ടാനില്ല. എല്ലാം ഫോറിൻ മരുന്നുകളാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ കമ്പനികളും ഫോറിൻ കമ്പനികളും ടൈപ്പ് ആയിക്കൊണ്ട് ഒത്തുകളിക്കുന്നത്.
വരുന്ന ഡിസംബർ 10 മീറ്റിങ്ങിന് എല്ലാവരുടെയും തലയിലെടുത്ത് മാറ്റും. അതിനെപ്പറ്റി നീ ചോദിച്ച ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിനകത്തുണ്ട്. എന്തായാലും ഏഞ്ചലീന വന്ന് ഈ ഫയലിനകത്ത് ഒപ്പിടട്ടെ. അതിനുശേഷം ഒരുത്തിനൂടെ അനങ്ങാൻ പറ്റത്തില്ല. 2.5 ലക്ഷത്തിൻ്റെ മരുന്ന് വെറും 8,000 രൂപയ്ക്ക് കിട്ടും. 50 രൂപയുടെ മരുന്ന് വെറും 1 രൂപയ്ക്ക് കിട്ടും നമുക്ക്. ഇത് നടക്കണം സാർ. ആഞ്ചലീന എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരിക്കും. സാർ, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഡോക്ടർ. ഷുവർ സാർ. സാർ മേഡം വന്നിട്ട് 1 മണിക്കൂറായി. റൂമിലുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിരുന്നു. സാർ വന്ന് കാണുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ഹായ്. ഹായ് മാം. ലാസ്റ്റ് ഇയർ എൻ്റെ ഡാഡി ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വന്നിരുന്നപ്പോൾ വെറും ഒരു ടൂറിസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നത്. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കിട്ടാണ്ട് മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അത്യാവശ്യമായ K27 എന്ന ക്യാൻസർ മരുന്ന് 20 years pets and rights എന്ന പേരിൽ അധിക ലാഭത്തിൽ വെക്കുന്നു എന്നൊരു റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ മാനേജറായപ്പോൾ ആ മരുന്നിന്റെ പേറ്റൻസ് ബ്രേക്ക് ചെയ്ത് ജനറിക് മെഡിസിൻ ആയിട്ട് പുവർ പീപ്പിളിന് യൂസ്ഫുൾ ആയിരിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഒരാളുടെ പരിശ്രമം കൊണ്ട് ആ പേറ്റന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാവർക്കും അത് നിർത്തിവെക്കേണ്ട സാഹചര്യം വരും. എല്ലാ മരുന്നുകളും വലിയ അളവിൽ തന്നെ കുറയും. എന്നാൽ ഇന്ത്യയുടെ ഡ്രഗ് മാഫിയ അതിന് സമ്മതിക്കില്ല. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ ഇന്ത്യൻ അഡ്വൈസർ സിദ്ധാർത്ഥ്. ഡു യു നോ ഹൂ ഹി ഈസ് ടോക്കിംഗ് ടു? ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ജെയിംസ് ആൻഡർസൺ. ഇന്നലെ ഇവർ തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് കണ്ടുപിടിയപ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. ആക്ച്വലി സിദ്ധാർത്ഥിന്റെ ബിനാമികൾ മൂലം 1300 കോടി ഇവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പോവാണ്. ഇവരുടെ മീറ്റിംഗിനും പണത്തിന്റെ ട്രാൻസ്ഫറും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? പറയൂ. ഡെഫിനറ്റ്ലി. സിദ്ധാർത്ഥ് ഹെൽത്ത് ഫാർമസ്യൂട്ടിക് കമ്പനി എന്റെ കമ്പനിയായിട്ട് മെർജ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത കൊണ്ട് ആൻഡ്രസനുമായി ചേർന്ന് 51% ഷെയർ വാങ്ങി അവർ ഒറ്റക്കെട്ടായി നിന്നു. യു നോ, നാളെ നിങ്ങളുടെ ജീവന് പോലും ആപത്തുണ്ടാവും. വിഷമിക്കാതിരിക്കൂ. നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. താങ്ക് യു. നാളെയാണ് ഡിസംബർ 10 നമ്മൾ ടീമായിട്ട് ഫോം ചെയ്തതിന് അർത്ഥമുണ്ടാവുന്ന ദിവസം. ഓരോ പാവപ്പെട്ട രോഗിയുടെയും ആയുസ് കൂട്ടുന്ന ദിവസം. അതുകൊണ്ട് ഏഞ്ചലീന മീറ്റിംഗ് സേഫായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നടക്കൂ. ഏഞ്ചലീനയെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ബാങ്ക് വഴിയും ഹവാല വഴിയും 1300 കോടി രൂപയാണ് ട്രാൻസ്ഫർ ആവാൻ പോകുന്നത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് 2 സ്ട്രാറ്റജീസ് ആണ്. ഒന്ന്, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ ആ ഏഞ്ചലീനയെ സുരക്ഷിതമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത്, ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നത് വഴി ആ 1300 crores ട്രാൻസ്ഫർ ആവാതെ തടയുക എന്നത്. നാളെ രാവിലെ തന്നെ ഇവരെ 3 പേരെയും ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യണം. Hi, Stephen. Hi. Nice. How are you? Good to see you. Sure. Welcome. ഏയ്, എന്ത് പറ്റിയടാ? അതിരാവിലെ വിളിക്കുന്നു. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. എന്താ കാര്യം? ഇതേ ഡ്രസ് ഇവൾക്കും വാങ്ങിച്ചു കൊടുത്തു. ദിസ് ഈസ് ആഞ്ചലീന, ഫോറിൻ മെഡിക്കൽ കമ്പനിയുടെ MD ആണ്. അവർക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ജീവൻ അപകടത്തിലാണ്. അതിനെന്താ? അവർക്ക് പകരമായിട്ട് കാറിൽ നീ പോവുകയാണെങ്കിൽ അവർ സേഫ്. നിനക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ അതെടുക്കാനുള്ള പണിയാ? അതല്ല മഹിമ, ഇതൊരു സീക്രട്ട് ഓപ്പറേഷൻ ആണ്. നിന്റെ വീട്ടുകാരെല്ലാവരും തന്നെ IPS ആണ്. നിന്റെ സ്പോണ്ടേനിയസ് തിങ്കിങ്ങും മതി. നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, പോയി തൊലഞ്ഞേക്കാം. What is she saying? I'm saying I'm very happy to do this to you. Oh, thank you. You're welcome. See you. Take care. Pramod, on the way. മിത്രൻ, എവിടെയാ നീ? ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ, ഞങ്ങൾ മുമ്പിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ റൂട്ട് വളരെ ക്ലിയർ ആണ് സാർ. Thank you for the warm welcome and for the opportunity. I think this could be a great value proposition. സർ, പെരുമാൾ സ്വാമി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിന് മറുവശത്ത് നിൽക്കുക. പക്ഷേ സസ്പെക്ട് ചെയ്യുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ് അവൻ വെറുതെ ഒന്നും അങ്ങനെ ഇറങ്ങില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും. കീപ് വാച്ചിങ്. ബി അലർട്ട്.
ഓക്കെ സാർ. ഗെയ്സ്, ബി അലർട്ട്. മഹിമ, 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 മഹിമ. അഭിനയിച്ചാണല്ലേ? എന്താ മഹി ഈ സമയത്ത് നീ ഇങ്ങനെ? നീ മാത്രം ഒന്നും പറയാതെ എന്നെ വിളിക്കും, കൊല്ലാൻ വേണ്ടി ഏതെങ്കിലും കാറിലേക്ക് കയറ്റി അയക്കും. ചിലപ്പോ പ്രേമാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പുറകെ നടക്കുമല്ലേ, ഒറ്റയടിക്ക് പാക്ക് ചെയ്ത് കൊല്ലാൻ പോവാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ അങ്ങനെയല്ല, സാറിനും എന്നോട് സ്നേഹമുണ്ട്. നീ ഒന്ന് പോ നോക്ക്, വേഗം പോ. അവിടെ ഏഞ്ചലിനെ സേഫായിട്ട് റീച്ച് ചെയ്തില്ലേ? സർ, ഷീസ് ഫൈൻ സർ. എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. അവർ 4th ഫ്ലോറിലുണ്ട് സർ, വിത്ത് ആം ഗാർഡ്സ്. ആ ഫ്ലോറിൽ വേറെ ആരും ഇല്ലല്ലോ? വേറെ ആരുമില്ല സർ, എല്ലാരും വെക്കേറ്റ് ചെയ്തു. നേരത്തെ കൈവച്ച് തെറിയെടുക്ക. Excuse me. Call from India? Hello? What the hell is happening out there? Are you trying to kill me and take Please, over my ma'am, there's been a company? mistake. I've done nothing wrong. You gotta trust me. Once my foot steps on Swiss soil, you're finished. Wait, ma'am. Damn. You said she'd be dead by now. She just fired my... 10 o'clock right now. She should have been dead at 9:30. My career is finished. I'm done. Andy, you gotta calm down. I can take care of this. Just give me 5 minutes. Please go inside, I'll be. 5 minutes. Yeah, of course. I will join you. 5 minutes. അച്ഛാ, എന്താ നടക്കുന്നത്? ഫോൺ ചെയ്യുമ്പോ ഒരാൾ പോലും എടുക്കുന്നില്ല. നിയമത്തിന്റെ വഴിയിലൂടെ 3 പേര് ഇപ്പൊ അകത്ത് പോയിരിക്കല്ലേ, വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ മോനെ? അകത്ത് പോയെന്നോ? ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ പറയുള്ളൂ. ക്ഷമിക്കും മോനെ. 3 പേരും മൗറീഷ്യസിൽ എത്തേണ്ടവരാ. ക്യാഷ് അയക്കാതെ എങ്ങനെ ഈ ഡീൽ നടക്കും? നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടാണെന്നോ? ഏത് ബാങ്കിലാണ് ഇടേണ്ടതെന്ന് പറ. എത്ര കാശാ നിനക്ക് വേണ്ടേ? നിങ്ങൾ ആദ്യം അവരെ റിലീസ് ചെയ്യാനുള്ള വഴി നോക്ക്. നീ വരുമ്പോ നല്ലൊരു ന്യൂസ് കാത്തിരിക്കും മോനെ. എടാ, ഈ ഹാർമോണി പെട്ടി ഒന്ന് അടക്കേ വാ. ഹലോ, സിദ്ധാർത്ഥ് അഭിമന്യു. പറയൂ ജി. വിക്കി, ഞാൻ നിന്റെ ചേട്ടൻ പെരുമാളിനെ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ജോലി ബാക്കിയുണ്ട്. ജി, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഒരു ജോലിയല്ല, എനിക്ക് തന്നത് ഒരു അവസരം മാത്രം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആ ഏരിയയുടെ മുഴുവൻ കൺട്രോളും ഇപ്പോൾ മിത്രം ഏറ്റെടുത്തിരിക്കുകയാണ് സാർ. ആ വിദേശ വനിത എവിടെയാണെന്ന് ഒരു വിവരമില്ല സാർ. ഐ വിൽ മാനേജ് ഇറ്റ്. റൈറ്റിലേക്ക് പോകും. നിങ്ങളിവിടെ നിൽക്കണ്ട, വേഗം സ്റ്റേഷനിലേക്ക് പോക്കും. വിളിക്കുമ്പോൾ വന്നാൽ മതി. ഓക്കെ. എന്താ മിശ്ര സാബ്, സുഖം തന്നെയല്ലേ? ഒന്നുമില്ല സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 1300 കോടി വേണം. 1300 കോടി? എന്ത് തമാശ പറയാണോ? നിങ്ങള് ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ എന്റെ ജനീവ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. What the hell? I should give you money? ഞാൻ ആരെന്ന് അറിയാലോ. അതിന്റെ കൂടെ ഞാനൊരു ഫയലും അയച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് പതുക്കെ ഡിസൈഡ് ചെയ്താൽ മതി. ഹായ് അനന്യ. വെറുതെ
വെറുതെ തരണ്ട മിശ്ര സാബ്. അടുത്ത ഡീലിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന പോലെ നോക്കാം. ഓക്കെ ഞാൻ തരാം. We welcome our Honorable Chief Minister to attend the meet for generic medicine with Pixon Company. യെസ് സർ. സാർ 20 മിനിറ്റ്സിനുള്ളിൽ ഫംഗ്ഷൻ ആരംഭിക്കും സർ. മാഡം 10 മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുള്ളൂന്ന് CMPOയോട് ഇൻഫോം ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, ഞാൻ മുകളിലുണ്ടാവും. അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ തന്നെ വരാം. സാർ, മാഡത്തിന് ഞാൻ ഫോൺ വാങ്ങി വെച്ചില്ല. അത് വാങ്ങി സാർ. പക്ഷെ അവർ കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തിനാ അലവ് ചെയ്ത്? ട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഐ ആം സോറി സാർ. Yes, come in. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ അലർട്ട് ചെയ്തതിന് ഒരുപാട് ഇറ്റ്സ് മൈ ഡ്യൂട്ടി മാം. പക്ഷേ ഈ കോൺഫറൻസ് കഴിയുന്നവരെ നിങ്ങൾ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഐ നോ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഒപ്പമുള്ളവൻ തന്നെ എന്നെ കൊല്ലാൻ നോക്കുന്നു. ആ കരുണനോ, എന്താ കാര്യം? സാർ ഈ ഫയല് എന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വാ. കഴിഞ്ഞ ആഴ്ച IT പാർക്കിനടുത്ത് വെച്ച് ബീഹാറുകളെല്ലാം ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്നില്ലേ, ആ മണിമേഖലയുടെ ലവറാണ്. മണിമേഖലയോ? മണിമേഖല മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വീഡിയോ എനിക്ക് അയച്ചിരുന്നു സാർ. അവളൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അവൾ സിദ്ധാർത്ഥനെ കുറിച്ചുള്ള വിശദമായ പല കാര്യങ്ങളും ആ വീഡിയോയിൽ പകർത്തിയിരുന്നു സാർ. ആ SD കാർഡ് എനിക്ക് സാറിനെ ഏൽപ്പിക്കണം സാർ. സാർ, ഏത് സമയവും എനിക്ക് റിസർച്ച് ചെയ്യണം, ഈ മരുന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സാർ. എന്നോട് ഏത് സമയം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെ അവരെല്ലാം ചേർത്ത് പിച്ച് ചീത്തി കൊന്നില്ലേ സാർ. അവരെ വെറുതെ വിടരുത്. എനിക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല. എന്ത് കണ്ടാലും എനിക്ക് പേടിയാണ് സാർ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്തോളാം. നാളെ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയ അടുത്ത സെക്കൻഡിൽ ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടോളാം. അതുവരെ ഇതിനെക്കുറിച്ച് വേറെ ആരോടും സംസാരിക്കരുത്. ജസ്റ്റ് 1 ഡേ. ആ കുമാറിനെ അവൻ കോളേജ് പഠിക്കൽ കാണാൻ പോവുകയാണ്. ആ SD കാർഡ് മാത്രം എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. പിന്നെ ഞാൻ സിദ്ധാർത്ഥനെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ. സർ ഒരു ജെന്റിൽമാൻ ആണെന്നാണ് ലോകം കരുതിയിരിക്കുന്നത് സർ. സർ പ്ലീസ് സർ, ഇത് നമ്മുടെ നാട് കണ്ടുപിടിച്ചതാണെന്ന് ലോകത്തിലുള്ള എല്ലാ മെഡിക്കൽ ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ അടിമയാകും സർ. നീ ഇന്ത്യക്ക് അടിമയാകണമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഈ ഇന്ത്യൻ അടിമയാകണമെന്ന് വിചാരിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഈ ചെയ്യുന്നത് തെറ്റല്ലേ സർ? ആശിച്ചു നോക്ക്, ഒന്നും തെറ്റായി തോന്നില്ല. ഇതിനൊരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല സർ. എനിക്ക് വേറൊരു ദുശീലുണ്ട് മോളെ. നീ പുറത്തു പറയണ്ട, നിന്നെ ജീവനോടെ വിട്ടേക്കാം. അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഇതെല്ലാം പാപമാണ് സർ. നിങ്ങൾ എന്നെ കൊന്നാലും സാരമില്ല. നിങ്ങൾ ആരാണ് ഈ ലോകത്തെ അറിയിച്ചിട്ട് ഞാൻ മരിക്കും. അവനെക്കുറിച്ച് അറിയാൻ വേണ്ടി GPS വെച്ചപ്പോ എന്റെ കാര്യങ്ങൾ അറിയുന്നു. ആ മണിമേഖലയുടെ കാര്യം അവസാനിച്ചെന്നാ കരുതിയേ. പക്ഷെ അവൾക്കൊരു ലവറുണ്ട്. അതെന്റെ കണ്ണിൽപ്പെടാതെ പോയി. തെറ്റിയതല്ലോ സിദ്ധാർത്ഥ. അവനെന്റെ ശത്രുവല്ല. എനിക്കെതിരെ എന്തൊക്കെ നടക്കുന്നു കണ്ടുപിടിച്ച് പറയുന്ന, ശമ്പളം പോലും വാങ്ങാത്ത ജോലിക്കാരൻ. അത്രയുള്ളൂ. നോക്കാം, അയ്യോ നോക്കിക്കളയാം. നമുക്ക് നോക്കാം. മോനെ, അച്ഛൻ എന്തെങ്കിലും കഴിക്കട്ടെ.